കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളായിരിക്കുന്ന ദൈവവചന പഠനത്തിൻ്റെ 35-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. കഴിഞ്ഞ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ശുശ്രൂഷകൾ പഠനം സർവശക്തനായ ദൈവം നമുക്ക് നൽകുവാനിടയായി. ഇന്ന് രാത്രികാലം അബ്രഹാമിൻ്റെ വിശ്വാസം, യഹോവയ്ക്ക് അസാധ്യമായ കാര്യമുണ്ടോ എന്നുള്ളതായിരിക്കുന്ന പഠനവുമായി ഈ 35-ാമത്തെ ഭാഗത്ത് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ മെസ്സേജുകൾ കേൾക്കുകയും അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുവാനുമെല്ലാം സർവശക്തനായ ദൈവം നിങ്ങളെ അവിടുന്ന് ഇടയാക്കട്ടെ എന്ന ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസം, യഹോവയ്ക്ക് അസാധ്യമായിരിക്കുന്ന കാര്യം ഉണ്ടോ എന്നുള്ളതായിരിക്കുന്ന ചിന്തയുമായിട്ട് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ ചില തിരുവചനങ്ങൾ പ്രാരംഭത്തിൽ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 19-ാമത്തെ വാക്യം, എന്തെന്നാൽ അബ്രഹാം തൻ്റെ മക്കളോടും തൻ്റെ കലശമുള്ള കുടുംബത്തോടും ദൈവത്തിൻ്റെ വഴിയിൽ നടന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കണമെന്ന് ആജ്ഞാപിക്കേണ്ടതിന് അങ്ങനെ യഹോവ അവനോട് അരുളി ചെയ്തത് നിവർത്തിക്കേണ്ടതിനുമാണ് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസലോ. അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടി വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യഹോവയ്ക്ക് 35-ാമത്തെ എപ്പിസോഡിൽ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കാം. 18-ാം അധ്യായമാണ് എന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 18 മുതൽ അതിൻ്റെ 1 മുതൽ 19 വരെയുള്ളതായിരിക്കുന്ന തിരുവചനങ്ങൾ. അനന്തരം യഹോവ മമ്രയുടെ തോപ്പിൽ ഇരിക്കുമ്പോൾ യഹോവ മമ്രയുടെ കരുവേലകത്തിന്റെ അരികെ അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാം മമ്രയുടെ തോപ്പിൽ തൻ്റെ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നു. വെയില് ഉദിച്ചപ്പോൾ അവൻ തൻ്റെ കൂടാരത്തിലേക്ക് അടുത്തു വരികയും ഇരിക്കുകയും ഇരുന്നു എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിപ്പാനിടയാകുന്നു. അവൻ ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തനിക്ക് നേരെ നിൽക്കുന്നത് കണ്ടു. അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിക്കൽ നിൽക്കുന്നതായിരിക്കുന്ന സമയത്ത് അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ കാണുവാനിടയാകുന്നത് 3 പുരുഷന്മാർ നിൽക്കുന്നത് അബ്രഹാം കാണുവാനിടയായി. അബ്രഹാം ഓടിച്ചെന്ന അവരെ എതിരേറ്റു എന്ന് നാം വായിക്കുന്നു. യജമാനനെ, അങ്ങയ്ക്ക് എന്നോട് കരുണയുണ്ടെങ്കിൽ അടിയനെ വിട്ട് കടന്നു പോകരുത് എന്ന് അബ്രഹാം പറയുവാനിടയായി. അബ്രഹാം അവരെ ഓടിച്ചെന്ന് എതിരേറ്റ് അവരെ കൂടാരത്തിലേക്ക് ക്ഷണിപ്പാനിടയായി. സ്തോത്രം. ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന നിങ്ങളുടെ കാലുകൾ കഴുകട്ടെ. അത് യഹൂദന്മാരുടെ പ്രമാണമനുസരിച്ച് അവരുടെ വീട്ടിൽ ഒരു വിരുന്നുവാഴി കടന്നു വന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കുന്ന അതിഥി കടന്നു വന്നാൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് ഓടി കടന്നു ചെന്ന് അവിടെ കാലിൽ വെള്ളമൊഴിച്ച് അവിടെ കാൽ കഴുകി ശുദ്ധീകരിപ്പാൻ
ഇടയാകും. അതിന്റെ ശേഷമാണ് അവരുടെ കൂടാരത്തിലേക്ക് അവർ ക്ഷണിപ്പാൻ ഇടയാകുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷിപ്പാനായി ഒരു കഷ്ണം അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയ ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കൂടാരം വിട്ട് യാത്ര തുടരുവാൻ പാടുള്ളൂ എന്ന് അബ്രഹാം പറയുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടാരത്തിൽ ആരെങ്കിലും കടന്നു വന്നാൽ അവരെ എന്ത് ചെയ്യാണ്? സ്വീകരിക്കുക മാത്രമല്ല, അവരെ നിങ്ങളുടെ സ്നേഹത്തിന്റെ സൽക്കാരം കൊടുത്ത അവരെ എന്ത് ചെയ്യാണ്? അവരുടെ വിശപ്പടക്കി അവരെ എന്ത് ചെയ്യാണ്? നമ്മുടെ കൂടാരത്തിൽ നിന്നും അവരെ എന്ത് ചെയ്യാണ്? യാത്ര അയക്കുന്നവരായി നാം തീരണം. പല പ്രിയപ്പെട്ടവരും അവരുടെ കൂടാരത്തിൽ കടന്നു വരുന്നവരെ മൈൻഡ് ചെയ്യാറില്ല. എങ്ങനെയെങ്കിലും എത്രയും വേഗം അവരെന്ത് ചെയ്യാണ്? പോയിക്കൊള്ളട്ടെ എന്നുള്ളതായിരിക്കുന്ന നിലകളിൽ അവരുടെ സ്വഭാവരീതി പ്രകടനമാകുവാനിടയാകും. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല. പെട്ടെന്ന് എന്ത് ചെയ്യാണ്? അവരെ ക്ഷണിച്ചിട്ട് ഒരു കഷ്ണം അട ഞാൻ കൊണ്ടുവരാം, അപ്പം ഞാൻ കൊണ്ടുവരാം. അവരുടെ കാൽ കഴുകി ശുദ്ധീകരിച്ചതിന്റെ ശേഷമായിട്ട് അവരെന്ത് ചെയ്യാണ്? ആ മരത്തണലിൽ അവരെ ഇരുത്തിയതിന്റെ ശേഷമായിട്ട് അബ്രഹാം ഓടി തന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ. അബ്രഹാം ആ തിടുക്കത്തിൽ കൂടാരത്തിനുള്ളിൽ സാറയുടെ അടുക്കലെത്തി. നീ പെട്ടെന്ന് സ്തോത്രം ആ 3 ഇടങ്ങഴി മാവെടുത്തു കുഴച്ച അപ്പം ഉണ്ടാക്കുക. അപ്പൊ അബ്രഹാം തൊഴുത്തിലേക്ക് ഓടി കയറി കടന്നു എന്ന ഏറ്റവും എളുപ്പമുള്ളതായിരിക്കുന്ന ഇളപ്രായമുള്ളതല്ല ഒരു നല്ല കാളക്കിടാവിനെ പിടിച്ച തന്റെ ദാസനെ ഏൽപ്പിക്കുവാനിടയായി. അവൻ വേഗത്തിൽ അതിനെ പാകം ചെയ്ത കൊണ്ടുവരുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരെ അബ്രഹാം എന്തിയാണ് സ്വീകരിപ്പാനിടയായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അവൻ വെണ്ണയും പാലും പാകം ചെയ്ത ആ കിടാവിനെയും പാകം ചെയ്ത എന്തിയാണ് അവിടെ മുമ്പിൽ കൊണ്ടുവന്ന വെച്ചു. അവർ ഭക്ഷിച്ച കൊണ്ടിരുന്നപ്പോൾ അവൻ അവർക്ക് സമീപം വിഷത്തണലിൽ നിന്നും എന്തിയാണ് അവരെ സൽക്കരിക്കുവാനിടയായി എന്ന് വായിക്കുന്നു. പ്രൈസലോ. നമ്മുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കൊടുത്ത അനുഗ്രഹം പ്രാപിക്കുന്നതായിരിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസലോ. പലപ്പോഴും പലരുടെയും ജീവിതം എന്താണ്? ഇങ്ങോട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ, എന്നാൽ ഞങ്ങൾക്കൊന്നും തരുവാനില്ല എന്നുള്ളതായിരിക്കുന്ന നിലകളിലാണ് പലരുടെയും ജീവിതം. ഇന്ന് രാത്രികാലം ഈ മെസ്സേജിലൂടെ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യാണ്? കൊടുത്തനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരണം. പ്രൈസലോ. അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസം എന്താണ്? യഹോവയ്ക്ക് അസാധ്യമായിരിക്കുന്ന കാര്യം വല്ലതുമുണ്ടോ? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന, എന്നെ കാണുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവത്തിന് അസാധ്യമായിരിക്കുന്ന കാര്യം ഒന്നുമില്ല എന്ന് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്താൽ നിന്റെയും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. പ്രൈസ് ലോർഡ്. അവനോട് നിന്റെ ഭാര്യയായിരിക്കുന്ന സാറ എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ കൂടാരത്തിലുണ്ട് എന്ന മറുപടി നൽകുവാനിടയായി. കടന്നു വന്നതായിരിക്കുന്ന പ്രൈസ് ലോർഡ് അവർ അബ്രഹാമിനോട് ചോദിച്ചു, നിന്റെ ഭാര്യ എവിടെ? അബ്രഹാം അതിന് മറുപടി പറഞ്ഞു, കൂടാരത്തിൽ ഉണ്ട്. പ്രൈസ് ലോർഡ്. വീണ്ടും പറയുകയാണ്, അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യയായിരിക്കുന്ന സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും എന്ന് അവൻ പറഞ്ഞു. അവന്റെ പിൻവശത്ത് കൂടാരത്തിങ്കൽ നിന്ന സാറായി ഇത് കേൾക്കുവാനിടയായി കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അബ്രഹാമും സാറായും വയോവൃദ്ധരായിരുന്നു. സാറായിക്ക് അർത്ഥവം
പ്രൈസ്ലോ നിന്നുപോയിരുന്നു എന്നാണ് വായിപ്പാനിടയാകുന്നത്. പുത്രസമ്പത്ത് ഉൽപാദന ശേഷി ഉൽപാദനം നടത്തുന്നതായിരിക്കുന്ന പ്രൈസ്ലോ ആ അവസ്ഥയിൽ നിന്നും എന്ത് ചെയ്യാണ് വയോവൃദ്ധയായിരിക്കുന്നതായ സാറായെ നമുക്ക് കാണുവാനിടയാകുന്നു. എന്നാൽ ദൈവവചനം ഇവിടെ വായിക്കുകയാണ്, ആകയാൽ സാറാ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഞാൻ വൃദ്ധയായിരിക്കുന്നു, എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു, ഇനിയും എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? പ്രൈസലോ സാറാ ചിരിച്ചു. ഇനി എനിക്കൊരു തലമുറ ജനിക്കുമോ? ഒരു തലമുറയെ ജനിപ്പിക്കുവാനുള്ളതായിരിക്കുന്നതായ പ്രൈസലോ അതിൻ്റെതായിരിക്കുന്ന ശക്തിയും ബലവും പ്രൈസലോ എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ, യഹോവയായിരിക്കുന്ന കർത്താവിൽ നീ വിശ്വസിച്ചാൽ അവൻ അസാധ്യമായിരിക്കുന്നത് ഒന്നുമില്ല. അവൻ സകലതും അസാധ്യമല്ല, അവൻ സകലതും സാധ്യമാണ് എന്ന് കാണുവാനിടയാകുന്നു. അപ്പോൾ യഹോവ അബ്രഹാമിനോട്, നീ വൃദ്ധനായ ഞാൻ തീർച്ചയായും വൃദ്ധയായിരിക്കുന്ന നീ തീർച്ചയായും ഗർഭം ധരിക്കുമോ എന്ന് ചോദിച്ചു. സാറ ചിരിച്ചത് എന്തിന് എന്ന അവർ ചോദിപ്പാനിടയായി. വാർദ്ധക്യകാലത്ത് എങ്ങനെ ഗർഭവതിയായിത്തീരും, എങ്ങനെ ഗർഭം ധരിക്കും? എനിക്കതിനുള്ളതായിരിക്കുന്നതായ ശക്തിയും ബലവും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പ്രൈസലോ എന്തിയാണ് സ്ത്രീകൾക്കുള്ളതായിരിക്കുന്നതായ ആമസ്മൃതിൽ നിന്നും എല്ലാം എന്തിയാണ് ആ നിർജീവ അവസ്ഥയിൽ ആയി തീർന്നതായിരിക്കുന്ന സാറായെ നമുക്കവിടെ കാണുവാനിടയാകും. എന്നാൽ യഹോവയിൽ അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? യഹോവയായ ദൈവത്തിന്, യഹോവയായിരിക്കുന്ന കർത്താവിന് അസാധ്യമായിരിക്കുന്നത് ഒന്നുമില്ല. അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമ്പോൾ അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്തു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തലമുറയില്ലാതെ നീ ഭാരപ്പെടുന്നുവെങ്കിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യേക വ്യക്തിയായിരിക്കുന്ന മനുഷ്യന് ഹല്ലേലൂയ നിന്റെ പ്രിയപ്പെട്ട ഉദരത്തിൽ നൽകുവാൻ എന്റെ ദൈവം മതിയായവനായ ദൈവമാണ്. നിർജീവ അവസ്ഥകളെ മാറ്റുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ഒരു സർവശക്തനായ ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യഹോവയായിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അസാധ്യമായിരിക്കുന്നത് എന്തുള്ളൂ? പ്രൈസലോ അവൻ അസാധ്യമായിരിക്കുന്നത് ഒന്നുമില്ല. അവൻ സകല കാര്യങ്ങളെയും നിറപടിയായി നിറവേറ്റി തരുന്നവനായ ദൈവമാണുള്ള കാര്യം നാം മറന്നുപോകരുത്. സാറാ ഭയപ്പെട്ടു പോയത് കൊണ്ട് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല, നീ ചിരിച്ചു എന്ന് അവർ പറയുവാനിടയായി എന്ന് അവൻ അരുളി ചെയ്തു. ആ പുരുഷന്മാർ അവിടെ നിന്നും എഴുന്നേറ്റ് സോദോമിലേക്ക് തിരിച്ചു. അവരെ യാത്രയയക്കുവാൻ അബ്രഹാം അവരോടുകൂടെ പോകുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിന്റെ 19 വാക്യങ്ങൾ വായിക്കുകയാണ്. എന്തെന്നാൽ അബ്രഹാം തന്റെ മക്കളോട്, തന്റെ കാലശേഷമുള്ള കുടുംബത്തോടും ദൈവത്തിന്റെ വഴിയിൽ നടന്ന നീതിയും ന്യായവും പ്രവർത്തിക്കണമെന്ന് ആജ്ഞാപിക്കുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, പ്രൈസലോ നീ എന്തിയാണ് നിന്റെ തലമുറയോട് പറയണം, ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നാൽ, ദൈവത്തിനു വേണ്ടി ന്യായമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ, കലശങ്ങളെ വിട്ട് ഹല്ലേലൂയ അവന്റെ വഴിയിലൂടെ നടന്ന നീതി നിവർത്തിച്ചാൽ, ന്യായം നിവർത്തിച്ചാൽ അവൻ നിനക്കും നിന്റെ തലമുറകളെയും അനുഗ്രഹിപ്പാൻ ശക്തനായിരിക്കുന്നവനായ ദൈവമാണ്. അങ്ങനെ യഹോവ അവരോട് അരുളി ചെയ്തത് നിവർത്തിയാകേണ്ടതിന് വേണ്ടി ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന
പ്രൈസ് ലോർഡ് ദൈവം പറയുവാനിടയായി. കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും അവരെ വിളിച്ചു വേർതിരിച്ച ഇറക്കിയവനായ ദൈവം പ്രൈസ് ലോർഡ് കനാൻ ദേശത്ത് മമ്രയുടെ തോപ്പിൽ കൂടാരത്തിൽ ഇരുന്നതായിരിക്കുന്ന അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഇതാ 3 ദൈവപുരുഷന്മാർ കടന്നു വരികയാണ്. പല പ്രിയപ്പെട്ടവരും അതിന്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണെന്ന്, ചിലർ പറയുന്നത് ദൂതന്മാരാണെന്നും. ഏതായിരുന്നാലും അവരെന്ത് ചെയ്യാണ്? അബ്രഹാമിനെ സാറായെയും അനുഗ്രഹിച്ചിട്ട് പറയാണ്, അടുത്ത വർഷം എന്ത് ചെയ്യാണ്? ഇതേ സമയത്ത് നിന്റെ ഭാര്യയായിരിക്കുന്ന സാറ പ്രൈസ് ലോർഡ് ഒരു ആൺ പൈതലിന് മാർവോടണയ്ക്കുവാനിടയാകുമെന്ന് പറയുവാനിടയായി. അബ്രഹാം അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്, ഒരു യഹോവയായ ദൈവമുണ്ട് എന്ന് അവൻ പൂർണ്ണമായിട്ട് വിശ്വസിപ്പാനിടയായി. അബ്രഹാമിന് എന്ത് ചെയ്യാണ്? അത് നീതിയായി കണക്കിടുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിൽ ആ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ശക്തനായിരിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഏതെങ്കിലും ഭാരത്താൽ, ഏതെങ്കിലും പ്രയാസത്താൽ പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ അത് പ്രാപിപ്പാൻ കഴിയാതെ ആയിരിക്കുന്ന ഈ വ്യക്തി ജീവിതമേ, നിനക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. അവൻ നിന്റെ ജീവിതത്തിൽ അടയാളം ചെയ്യുവാൻ പോകുന്നു. ആ ദൈവത്തിന്റെ ദർശകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവിന്റെ പുനഃപാദപീഠങ്ങളിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്ത് കടന്നു വരുന്നു. സർവശക്തനായ ദൈവം കർത്താവ് നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്ന് കർത്താവേ, ഈ വചന ശുശ്രൂഷ നിന്റെ മക്കളുടെ ജീവിതത്തിൽ വളരെ വിടുതലായി അനുഗ്രഹമായി ഭവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഒരുപോലെ ഇവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. മാനവും മൗത്തോട് എടുക്കുമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും.